ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള ഒരു 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 3 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തത് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡും ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, ദെൻ ടെക്നോ പാർക്ക്. ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്, NEDB. എന്താ നോക്കാം. The National Entrepreneurship Development Board is the apex body for determining the policy for development of entrepreneurship in the country. നമ്മുടെ കൺട്രിയിൽ ഇന്ത്യയിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോഗ്രാംസും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന, തീരുമാനിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഇത്, ഈ നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. an apex body for determining the policy for development of entrepreneurship in the country. ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പോളിസീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ബോർഡാണ്, അപ്പെക്സ് ബോർഡാണ് ഇത്, നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1983. 1983 ഈ ഒരു ബോർഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഫങ്ഷൻസ്, NEDB നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ടു ഐഡൻറ്റിഫൈ ആൻഡ് റിമൂവ് എൻട്രി ബാരിയേഴ്സ് ഫോർ പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ്. പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഓൺട്രപ്രണേഴ്സ് ഉണ്ടായിരിക്കില്ലേ, ആ ഓൺട്രപ്രണേഴ്സിന് അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ, സ്മോൾ സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ബരിയേഴ്സും ഹിൻഡ്രൻസും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്യുക. ആ ഒരു ബരിയേഴ്സും ഹിൻഡ്രൻസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുശേഷം അത് റിമൂവ് ചെയ്തുകൊണ്ട് അവരുടെ നല്ല രീതിയിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ആരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഈ നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. നെക്സ്റ്റ്, to focus on existing entrepreneurs in micro, tiny and small sector and identify and remove constraints to survival, growth and continuously improve performance. മൈക്രോ, ടൈനി ആൻഡ് സ്മോൾ സ്കെയിൽ സെക്ടറിലെ ആ ഒരു ഏരിയയിലുള്ള ഓൺട്രപ്രണേഴ്സിന്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ഫോക്കസ് ചെയ്യുക. അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴോ എന്തെങ്കിലും കൺസ്ട്രെയിൻസ്, അവരെ നിലനിൽപ്പിന്, സർവൈവലിനുള്ള കൺസ്ട്രെയിൻസ്, അവരുടെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ഒരു കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അവർക്ക് അവരുടെ ഗ്രോത്തിനും നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും സർവൈവലിനും ഒക്കെ ആവശ്യമായിട്ടുള്ള അഡ്വൈസും അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, റിമൂവ് ചെയ്തുകൊണ്ട് കൊടുക്കുക, സോൾവ് ചെയ്ത് കൊടുക്കുക അവർക്ക്. എന്നിട്ട് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് പെർഫോമൻസ്, അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ടൈനി, മൈക്രോ, സ്മോൾ ഓർഗനൈസേഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്യുക, നോക്കുക, ഇംപ്രൂവ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക. ഇതാണ് ഒരു ഫംഗ്ഷൻ, NEDBയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷനാണ് ടു ഫെസിലിറ്റേറ്റ് ദ കൺസോളിഡേഷൻ, ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഓൺട്രപ്രണറിയൽ വെഞ്ചേഴ്സ് ഇൻ ഓൾ പോസിബിൾ വേസ്. നമ്മളെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നതല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുക, അവർ ഡൈവേഴ്സിഫൈ ചെയ്യുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ കൺസോളിഡേറ്റ് ചെയ്യുക, അതിൻ്റെ ഗ്രോത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക,
അതിനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആര് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? NEDB ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഓൺടർപ്രന്യൂർ വെഞ്ചേഴ്സ് ഇൻ ഓൾ പോസിബിൾ വേസ്. ഏതൊക്കെ രീതിയിൽ അതിന് ഗ്രോത്ത് ഉണ്ടാവാം, എങ്ങനെയൊക്കെ അതിന് പ്രോഫിറ്റ്, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അത് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളും NEDB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ, to help entrepreneurship development institutions and other organizations in setting up of incubators. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതർ ഓർഗനൈസേഷനെ അവിടെ ഇൻക്യുബേറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്യുബേറ്റേഴ്സ് വളരാൻ ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റിലോട്ട് എത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻക്യുബേറ്റർ എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അല്ലെങ്കിൽ വേറെയുള്ള മറ്റുള്ള അതർ ഓർഗനൈസേഷനിലും ഇൻക്യുബേറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യാൻ ഈ NEDB ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് NEDB. ഒന്നാമത്തെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യലായിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും ഹിൻഡ്രൻസോ അല്ലെങ്കിൽ ബാരിയേഴ്സോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യുക. ദെൻ രണ്ടാമത്തത് മൈക്രോ, ടൈനി ആൻഡ് സ്മോൾ സെക്ടറിൽ എന്തെങ്കിലും കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിൻഡ്രൻസോ അവരുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർവൈവലിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഹിൻഡ്രൻസോ കൺസ്ട്രെയിൻസോ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തുകൊണ്ട് അത് സോൾവ് ചെയ്യുക, എന്നിട്ട് അത് റിമൂവ് ചെയ്യുക, എന്നിട്ട് അവരുടെ പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യുക. മൂന്നാമത്തത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ എല്ലാ രീതിയിലും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുക. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതർ ഓർഗനൈസേഷനിലും ഇൻക്യുബേറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യുക. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് NEDB, നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. നെക്സ്റ്റ് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, NIESBUD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻ 1983 ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 1983 ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എൻ അപ്പെക്സ് ബോഡി ടു സൂപ്പർവൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് വാരിയസ് ഏജൻസീസ് ഇൻ ദ ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനുള്ള വാരിയസ് ആയിട്ടുള്ള ഏജൻസീസ്, അവിടെ ഓൺട്രപ്രണേഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് ഒരുപാട് ഏജൻസീസ് ഉണ്ടായിരിക്കും. ആ ഏജൻസീൻ്റെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഈ NIESBUD എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് to evolve standardized materials and processes for selection, training, support and sustenance of entrepreneurs. ഓൺട്രപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പ്രോസസ് ഫോർ സെലക്ഷൻ, അവിടുത്തെ ഓൺട്രപ്രണേഴ്സിൻ്റെ അവർക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് ചെയ്യുക, അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുക, അസിസ്റ്റൻസ് കൊടുക്കുക എന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഈ NIESBUD ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, to help and support the organization in carrying out training and other entrepreneurship development related activities. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് അവിടുത്തെ ആൾക്കാർക്ക്, ഓർഗനൈസേഷനിലെ ആൾക്കാർക്ക് ഒരാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് വൈറ്റൽ ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ടു ട്രെയിനേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് ഓൺട്രപ്രണേഴ്സ് ബൈ ഓർഗനൈസിംഗ് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ റെലവൻറ്റ് ടു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റിസർച്ച് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അതിനുള്ള പ്രൊമോട്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക,
പ്രൊമോട്ടേഴ്സിനൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഇതാണ് നെക്സ്റ്റ് വരുന്നൊരു ഒബ്ജക്റ്റീവ്സ്. ഓൺട്രപ്രണേഴ്സിന് അവരുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്യാനുള്ള ട്രെയിനിങ്ങും അതിനുള്ള പ്രൊമോട്ടറൊക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. നെക്സ്റ്റ്, ടു ഓഫർ കൺസൾട്ടൻസി സർവീസസ്. കൺസൾട്ടൻസി സർവീസസ് എന്ത് ചെയ്യുക, ഓഫർ ചെയ്യുക. അതിൽ നാഷണലി ഓർ ഇൻ്റർനാഷണലി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നാഷണൽ ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസസും NISBUD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. These are the objectives of NIESBUD, National Institute for Entrepreneurship and Small Business Development. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ആണ്, ഇനി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷൻസ്, ടു മേക്ക് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഗ്രോത്തിനും സർവൈവലിനും ആവശ്യമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസും മെത്തേഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ടു സ്റ്റാൻഡർഡൈസ് മോഡൽ സിലബസ് ഫോർ ട്രെയിനിങ്. അവർക്ക് എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഓൺട്രപ്രണേഴ്സിനായെങ്കിലും എംപ്ലോയീസിനായെങ്കിലും എല്ലാവർക്കും എന്ത് ചെയ്യണം, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഈ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മോഡൽ സിലബസ്, എങ്ങനെ ട്രെയിനിങ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ട്രെയിനിങ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു സിലബസ് മോഡൽ, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഡെവലപ്പ് ട്രെയിനിങ് എയ്ഡ്സ്, ടൂൾസ് ആൻഡ് മാനുവൽസ്. ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എയ്ഡ്സും ടൂൾസും മാനുവൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു കണ്ടക്ട് വർക്ക്ഷോപ്പ്, സെമിനാർസ് ആൻഡ് കോൺഫറൻസ്. ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഷോപ്പും സെമിനാർസും കോൺഫറൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഹെൽപ്പ് ദ ഗവൺമെൻറ് ആൻഡ് അതർ ഏജൻസീസ് ഇൻ എക്സിക്യൂട്ടിംഗ് ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഏജൻസീസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് EDPs, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് NIESBUD. NIESBUD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1983 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ബോഡിയാണ്. ഈ അപ്പെക്സ് ബോഡി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിലെ വാരിയസ് ഏജൻസീസ് ഉണ്ടായിരിക്കും. ആ ഏജൻസീസിൻ്റെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് ടെക്നോ പാർക്ക്. ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ടെക്നോ പാർക്ക്സ് നമുക്ക് ഉണ്ട്. ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ടെക്നോളജി പാർക്ക്. ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇറ്റ്സ് എ ടെക്നോളജി പാർക്ക്. ടെക്നോളജി ഉള്ള ഒരു പാർക്ക്, നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, ഒരു ടെക്നോളജി, എല്ലാ വിധത്തിലുള്ള ടെക്നോളജി, മോഡേൺ ടെക്നോളജി ആണെങ്കിലും ഇൻഡിജീനിയസ് ടെക്നോളജി, ഏതൊരു രൂപത്തിലുള്ള ടെക്നോളജിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് ഇതെന്ന് പറയുന്നത് ടെക്നോ പാർക്ക്. It is to provide infrastructure and business environment as a window of a business support activities to promote technology-oriented industries and development new industries. ഈ ഒരു ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആസ് എ വിൻഡോ ഓഫ് ബിസിനസ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. ഒരു കുടക്കീഴിൽ, ഒരു വിൻഡോയിൽ, ഒരു കുടക്കീഴിൽ എന്ത് ചെയ്യുക, എല്ലാ ബിസിനസ്സിനും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ളയും
ബിസിനസ് എൻവിയോൺമെൻറ്റും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ബിസിനസ് എൻവിയോൺമെൻറ്റും ഒരു കുടക്കീഴിൽ എല്ലാ ഓർഗനൈസേഷനും ലഭ്യമാക്കുക. അതാണ് ഇതെന്ന് പറയുന്നത്, ഈ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. ടു പ്രൊമോട്ട് ടെക്നോളജി ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്പ് ന്യൂ ഇൻഡസ്ട്രീസ്. ഈ ഒരു ടെക്നോ പാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടു പ്രൊമോട്ട് ടെക്നോളജി ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്പ് ന്യൂ ഇൻഡസ്ട്രീസ്. ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ന്യൂ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, ഒറ്റ കുടക്കീഴിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ബിസിനസ് എൻവിയോൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർക്കാണ് അതെന്ന് പറയുന്നത്, ഈ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ടെക്നോ പാർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ aggregating the capacities of regional industries, universities, research centers and government agencies in order to promote their mutual interaction. ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ടെക്നോ പാർക്ക് ഈസ് നോട്ട് എ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതിൽ എല്ലാ വിധത്തിലുള്ള എല്ലാ ടൈപ്പ് കപ്പാസിറ്റീസും ഇതിലുണ്ടായിരിക്കും, ഈ ഒരു ടെക്നോ പാർക്കിൽ ഉണ്ടായിരിക്കും. അതിൽ റീജിയണലായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും, യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കും, റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള കപ്പാസിറ്റിയും ഈ ഒരു ടെക്നോ പാർക്കിൽ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദെയർ മ്യൂച്വൽ ഇൻട്രാക്ഷൻ, build a system for regional technological innovation, creating new technology corporate ecosystem, the establishment of business startup based on new technologies, etc. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള ഫെസിലിറ്റീസും ബിസിനസ് എൻവിയോൺമെൻറ്റും എല്ലാം ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇൻട്രാക്ഷൻ പ്രൊമോട്ട് ദെയർ മ്യൂച്വൽ ഇൻട്രാക്ഷൻസ്, ഇൻഡസ്ട്രീസ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ പ്രൊമോട്ട് ചെയ്യാനും, റീജിയണലായിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ സംതിങ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, ആ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ബിൽഡ് ചെയ്യാനും, ടെക്നോളജി ന്യൂ ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും, ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനും, ബേസ്ഡ് ഓൺ ന്യൂ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പാർക്കാണ് ഇതെന്ന് പറയുന്നത്, ഈ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വില്ല ഉണ്ട്, ഈ വില്ലയിൽ എന്തുണ്ടായിരിക്കും, ഒരുപാട് ഹൗസുകൾ ഉണ്ടായിരിക്കും ആ ഒരു വില്ലയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റ് ആണെങ്കിലും ആ ഒരു ഫ്ലാറ്റിൽ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ റൂംസിനും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും, കറണ്ട്, വാട്ടർ, പവർ എക്സെട്ര മറ്റുള്ള എല്ലാ ഡ്രൈനേജ് ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, എല്ലാവർക്കും ഒന്നായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിലും പക്ഷേ ഒറ്റ കണക്ഷനായിരിക്കും എന്ത് ചെയ്യുക, അത് വരിക. അതേപോലെയാണ് ഇതെന്ന് പറയുന്നത് ഈ ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ. ടെക്നോ പാർക്കിൽ ഇതേപോലെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ബിസിനസ് എൻവിയോൺമെൻറ്റും ഒക്കെ എന്താ സെയിം ആണ്. പക്ഷെ അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും. ആ ഇൻഡസ്ട്രീസിനൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ബിസിനസ് എൻവിയോൺമെൻറ്റും അവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കാം, റീജിയണൽ ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കാം, റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കാം, ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരുപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു പാർക്കാണ് എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ. ഇൻ കേരള വി ഹാവ് എ ടെക്നോ പാർക്ക് ഇൻ ട്രിവാൻഡ്രം. നമുക്ക് കേരളത്തിൽ നോക്കുകയാണെന്നെങ്കിൽ നമുക്കൊരു ടെക്നോ പാർക്ക് ഉണ്ട്. തിരുവനന്തപുരത്താണ് ഈ ഒരു ടെക്നോ പാർക്ക് ഉള്ളത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 18 നവംബർ 1990 നവംബർ 18 തിരുവനന്തപുരത്തുള്ള ഈ ടെക്നോ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ടെക്നോ പാർക്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക്. ഫോളോവിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക്. ഒന്നാമത്തത് ബിസിനസ് സപ്പോർട്ട്. ടെക്നോ പാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ബിസിനസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്ക് സെക്യൂർ ഹൈടെക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് ദ ഷെയറിംഗ് സിസ്റ്റം.
ടെക്നോ പാർക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ അതിനുള്ള ഓഫീസ് സ്പേസ്, ടെക്നിക്കൽ ആൻഡ് ഓൺട്രപ്രനറിയൽ കൺസൾട്ടൻസി സർവീസസ്, ഗ്ലോബൽ മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് സപ്പോർട്ട്, ദെൻ ട്രെയിനിങ്, വർക്ക് ഫോഴ്സ് ആൻഡ് സപ്ലൈഡ് ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെക്നോ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ബിസിനസ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഹൈടെക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓഫീസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ ആൻഡ് ഓൺട്രപ്രനറിയൽ കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെക്നോ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ബിസിനസ് സപ്പോർട്ടും ആര് കൊടുക്കുന്നുണ്ട്, ടെക്നോ പാർക്ക് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ബിസിനസ് ഇൻട്രൊഡക്ഷൻ. ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്കിൽ പ്രോസ്പെക്റ്റീവ് ആൻഡ് ടെക് ഫോർവേഡ് ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, പ്രോസ്പെക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ടെക്നോ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ട്രാൻസ്ഫർ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ട്രാൻസ്ഫർ ടെക്നോളജീസ് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനും അത് ട്രാൻസ്ഫർ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഇൻട്രൊഡക്ഷൻ, ഹൈടെക് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും, തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ടെക്നോ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടെക്നോളജി ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ സംതിങ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ, പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ മാർക്കറ്റ് ഫീൽഡിലായാലും പ്രൊഡക്ഷൻ ഫീൽഡിലായാലും ഏതൊരു ഫീൽഡിലായിട്ടും പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്തുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഇന്നൊവേഷൻ എന്ന് പറയുക. അപ്പോൾ ടെക്നോളജി ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പുതിയതായി കണ്ടെത്താൻ ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രെങ്തനിങ് കോഓപ്പറേഷൻ. ഈ നമ്മൾ പറഞ്ഞു ടെക്നോ പാർക്കിൽ എന്തുണ്ടായിരിക്കും, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും. ഈ ഇൻഡസ്ട്രീസ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, സെയിം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും മറ്റുള്ള ബിസിനസ് എൻവയോൺമെൻറ്റൊക്കെ യൂസ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഇൻഡസ്ട്രീസ് തമ്മിൽ നല്ലൊരു കോഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കും, റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും, സ്കൂൾസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഇൻഡസ്ട്രീസും തമ്മിലും നല്ലൊരു കോഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ടെക്നോ പാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then next, ബിസിനസ് ഇൻക്യുബേഷനിൽ പറയുന്നത് ടെക്നോ പാർക്ക് റെൻഡേഴ്സ് ദ ഫുൾ റേഞ്ച് കോംപ്ലക്സ് ഓഫ് സർവീസസ് ഫോർ ബിസിനസ് ഇൻക്യുബേഷൻ ആവശ്യമായിട്ടുള്ള ഫുൾ റേഞ്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുൾ റേഞ്ച് ആയിട്ടുള്ള സർവീസസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കൺസൾട്ടിങ് സർവീസസ്, കോച്ചിങ്, അസിസ്റ്റൻസ്, സെറ്റിംഗ് അപ്പ് ദ കോർ ബിസിനസ് ആൻഡ് മാനേജീരിയൽ പ്രോസസ്സ്, നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും മാനേജീരിയൽ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസും കോച്ചിങ്ങും കൺസൾട്ടൻസി സർവീസസും ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ടെക്നോ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ടെക്നോ പാർക്കിൻ്റെ ഫങ്ഷൻസ്. ബിസിനസ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബിസിനസ് ഇൻട്രൊഡക്ഷന്, ടെക്നോളജി ഇന്നൊവേഷൻ, സ്ട്രെങ്തനിങ് കോഓപ്പറേഷൻ, ബിസിനസ് ഇൻക്യുബേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തേത് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്, then National Institute for Entrepreneurship and Small Business Development, then Techno Park. Okay, thank you.